ക്രിസ്തുവിശുവിൽ വിളിക്കപ്പെട്ട പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. നോഹയുടെ പെട്ടകം 7-ാം മാസം 17-ാം തീയതി അറാറത്ത് പർവ്വതത്തിനുമേൽ ഉറച്ചു. പെട്ടകത്തിനുള്ളിലായിരിക്കുമ്പോൾ നോഹയ്ക്ക് ആശ്ചര്യമായിരുന്നു, പ്രതീക്ഷയായിരുന്നു, അവൻ പ്രാർത്ഥനയിലായിരുന്നു. അവൻ തെല്ലും കുലുങ്ങിയില്ല. തങ്ങളെ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞ ദൈവം തങ്ങളെ ശാശ്വതമായ ഒരു ലോകത്തിലേക്ക് എത്തിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. യഹോവ ദൈവം ഒരു കൊടുങ്കാറ്റടിച്ച് നോഹയുടെ പെട്ടകത്തെ തക്ക സമയത്തിന് അറാറത്ത് പർവ്വതത്തിന്മേൽ ഉറപ്പിച്ചു. പെട്ടകം മുങ്ങിപ്പോയില്ല, അത് ഉലഞ്ഞില്ല. അവർക്ക് പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ, നമ്മുടെ ജീവിതവും പെരുവെള്ളത്തിന് മീതെ സഞ്ചരിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട ഒരാവശ്യമില്ല. ഈ കൊടുങ്കാറ്റ്, ഈ വെള്ളപ്പൊക്കവും എന്നേക്കുമുള്ളതല്ല. ഇതിലൂടെ കർത്താവ് നമ്മെ ഒരു ശാശ്വതമായ, അവൻ ഉദ്ദേശിക്കുന്ന സുരക്ഷിതമായ അവന്റെ കരത്തിന്റെ കീഴിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം. എന്നാൽ കേൾക്കാതിരിക്കുന്നതല്ല, നമ്മളെ ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് അവൻ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നോഹയുടെ പെട്ടകം ഉറച്ചതിന് ശേഷം അവൻ തന്റെ വാതിൽ തുറന്ന് പുറത്തു വന്ന് അവൻ യഹോവയ്ക്ക് ബലിയർപ്പിച്ചു. അതിൽ പ്രസാദിക്കുകയും അവിടുന്ന് അവരോട് ശപഥം ചെയ്യുകയും ചെയ്തു, ഇനി മേലിൽ മനുഷ്യന്റെ പാപനിമിത്തം ഞാൻ ഭൂമിയെ ശിക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദര, സഹോദരി, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച ശേഷം സന്തോഷത്തോടെ ദൈവത്തെ നിരന്തരം സ്തുതിക്കുവാൻ നാം മറക്കരുത്. അങ്ങനെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ നമ്മുടെ ചെറിയ കുറ്റങ്ങൾ പോലും പുറത്ത് നമ്മെ നന്മയിലേക്ക് വീണ്ടും നയിച്ചുകൊണ്ടേയിരിക്കും. നോഹയുടെ ആരാധനയെ പോലെ. ഹല്ലേലൂയ. ആകയാൽ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നോഹയെ പോലെ കഷ്ടതയും ദുഃഖവും നിറയെ ഈ ജീവിതത്തിൽ അവർ തക്കതായ സമയത്ത് ഉയർത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ, ഈ സമയത്ത് പ്രാർത്ഥനയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ രക്ഷ കണ്ടെത്തുമ്പോൾ അവിടുത്തെ നിരന്തരം ആരാധിക്കുവാൻ, അവിടുത്തെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾ ഒരുക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കിടക്കിടക്ക് വേഗം